ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് എല്ലാവർക്കും മുടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ടും ഓരോ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ബേസിക് ആയിട്ടുള്ള 1-2 ഹെയർ ടൂൾസ് ഇല്ലാണ്ട് അതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പാടാം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മെജോറിറ്റി ആളുകളുടെയും ഹെയർ എന്ന് പറയുന്നത് ഇതിന്റെ പോലത്തെ മുടി ആയിരിക്കും. കുറച്ചൊരു വേവി ടെക്സ്ചർ ഉള്ളത്. നമുക്ക് ഇങ്ങനെ കേളി ആണോ ചോദിച്ചാൽ കേളി അല്ല, എന്നാൽ സ്ട്രെയിറ്റ് ആണോ ചോദിച്ചാൽ ഒട്ടുമേ അല്ല, ആ രീതിക്ക് കിടക്കുന്ന മുടിയായിരിക്കും. അപ്പൊ നമുക്കൊക്കെ സെറ്റ് ചെയ്തിടുന്നത് ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മുടെ നാച്ചുറൽ ബേബി ഹെയറും അടിപൊളിയാണ്. ഞാൻ അങ്ങനെയും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊതി കുളി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഒലാപ്ലെക്സ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഇതൊരു 2000-3000 രൂപ അറൌണ്ട് ആയിട്ടുള്ളതാ. നല്ല വിലയാണ് ഇതിന്. കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ട് സൂക്ഷിച്ച് അടച്ച് എടുത്തു വെക്കാം. കയ്യിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ മുടി ഉണക്കി കഴിഞ്ഞാൽ ആ ഒരു വീവി ആയിട്ട് നല്ല രസമായിട്ട് തന്നെ കിടക്കും. അധികം ഫ്രിസി അല്ലാത്ത മുടി ആണെങ്കിൽ എസ്പെഷ്യലി. അപ്പൊ എനിക്ക് മുടി വെട്ടിയതിന് ശേഷമാണ് കേട്ടോ എന്റെ ഫ്രിസിനെസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞത്. കാരണം ആ കളർ ചെയ്ത മുടിയൊക്കെ പോയി ഫ്രഷ് ആയിട്ടുള്ള നല്ല പുതിയ മുടി. കാരണം ഇത്രയും ഉണ്ടായിരുന്ന മുടിയല്ലേ വെട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല മുടിയാണ് ഉള്ളത്. ഇതിനി സൂക്ഷിക്കുന്നതിനനുസരിച്ചിരിക്കും ഭാവിയിലുള്ള കാര്യങ്ങൾ. ഇനി കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ ഇത് അടിപൊളിയാട്ടോ, ഇത് മേടിച്ചാൽ മതി. ഒലാപ്ലെക്സ് വേണമെന്നില്ല. അങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പൈസ ഉണ്ട്, അങ്ങനെ മുടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒലാപ്ലെക്സ് മേടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ലോറിയൽ പാരിസിന്റെ എക്സ്ട്രാordinary ഓയിൽ സിറം ഇല്ലേ, അത് കുറച്ച് മാത്രം എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കൈയിന്റെ ഇടയിലേക്ക് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഷാമ്പും കണ്ടീഷണറും ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മുടി വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി എന്റെ മുടി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആവും. ഇത്ര വീവിനെസ് ഉണ്ടാവില്ല. എന്നിട്ട് കുറച്ചും കൂടി താഴേക്ക് വന്നത് ഇത്രയായി കിടക്കും. അങ്ങനെയാണ് എന്റെ മുടിയുടെ ഒരു ടെക്സ്ചർ ഇപ്പൊ ഉള്ളത്. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ എനിക്ക് സെറ്റ് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിനെക്കാളും മുന്നേ ഞാൻ സ്ട്രെയിറ്റ്നറും അതേപോലെ തന്നെ ഇഷ്ടംപോലെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്, അത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. ഇതിനെക്കാളും മുന്നേ ഞാൻ സ്ട്രെയിറ്റ്നറും ഹെയർ കേളർ അങ്ങനത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്തവണ അങ്ങനത്തെ അല്ല കേട്ടോ, ഇത് വേറെ മെയിൻ ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാവുന്ന അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നമ്മൾ സിറം യൂസ് ചെയ്തതിന് ശേഷം എന്താ വേണ്ടത്? ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ യൂസ് ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് മോക്സിയുടെ ഇഷ്ടമായിട്ടോ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, കുറച്ച് ഓയിലി ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു മുടി. അതെന്താന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും കുറച്ച് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മോക്സിയുടെ ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ നല്ലതാണ്. അതേ യൂസ് ചെയ്യരുത് കേട്ടോ, അപ്പോഴാണ് കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യണത്. അതല്ലെങ്കിൽ എപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് ഇത് കുറച്ചുകൂടി നല്ലത്. ഇൻ ദ സെൻസ് മറ്റതും നല്ലത് തന്നെയാണ്. ഇതെനിക്ക് മുടി ഒട്ടും ഓയിലി ആക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് UV റേഡിയേഷനും പ്രൊട്ടക്ഷൻ തരുന്നതാണ് പറയുന്നത്. എന്ന് കരുതിയിട്ട് നമുക്ക് ചുമ്മാ ഒന്നും അപ്ലൈ ചെയ്യണമെന്നില്ല കേട്ടോ. ഏറ്റവും നല്ലത് എന്താണെന്നറിയോ, സ്കാർഫ് ഇടുക തലയിൽ. അതാണ് ഏറ്റവും നല്ലത്. വെയിൽ നമ്മുടെ മുടീനെ ഡാമേജ് ആക്കും കേട്ടോ, അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ഏറ്റവും നല്ലത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്കാർഫ് പോലെ ഇടുന്നത് തന്നെയാണ് കേട്ടോ. എന്നിരുന്നാലും നമുക്ക് ഹീറ്റ് യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ യൂസ് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഈരി കൊടുക്കുക. നമ്മുടെ കയ്യില് ഈ ഒരു കോമ്പ് ഉണ്ടെങ്കിൽ, ഇതുണ്ടല്ലോ ടാങ്കിൾ ടീസർ എന്ന് പറയും, അത് ഞാനിവിടെ ടാഗ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു കോമ്പ് ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ജട കളയാനായിട്ട് നല്ല എളുപ്പമാണ്. ഇതേപോലെ മുടിയിലേക്ക് കംപ്ലീറ്റ്ലി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ എന്റെ മുടിയിൽ അത്യാവശ്യം നനവുണ്ട് ഇപ്പോഴും, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം നനഞ്ഞ കോഴീനെ പോലെയുള്ളത്. നമുക്ക് അങ്ങനെ ആവുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു അടിപൊളി ഒരു ടൂൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് Urban Yogiന്റെ ആണ്. ഇത് ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. വില വന്നിട്ട് ഒരു 2000 രൂപ ആ ഒരു അറൌണ്ട് ആണുള്ളത്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ മുടി ഉണക്കാനായിട്ടും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ മുടി സെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. ഞാൻ ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. നമ്മുടെ വീഡിയോയില് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. വയറിന് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഇതില് ഹൈ, മീഡിയം, ലോ, വാം, ഓഫ് ഇത്ര സെറ്റിംഗ് ഉണ്ട്. നമുക്കിതില് വാം എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചൂടുകാറ്റാണ് വരിക. അത് തന്നെ ഹൈയും ലോയും മീഡിയത്തിലേക്ക് ആക്കാം. ഹൈ വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഉണക്കി കൊടുക്കാവുന്നതാണ്. ഉണങ്ങുമ്പോൾ തന്നെ എന്റെ മുടി കണ്ടോ ഇങ്ങനെ ബുന്നായി വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്റെ മുടിയിൽ ഉള്ളുള്ളതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നതേ ഉള്ളു തോന്നുന്നതാ. എനിക്ക് അങ്ങനെ ഉള്ളില്ല ശരിക്കും മുടിക്ക്. പക്ഷെ നമ്മുടെ ഒരു മുടിയുടെ ടെക്സ്ചർ അങ്ങനെ ആയതുകൊണ്ട് കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്നതാ. അപ്പൊ ഇത് മാറ്റിയിട്ട് നമുക്കിതാ ഈ ഒരു സംഗതി അങ്ങ് ആക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് മുടി സെറ്റ് ചെയ്യാനായിട്ട് ഓരോ സെക്ഷൻസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എന്താ വേണ്ടേ, ഇതിന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ല വോള്യൂമിനസ് ആയിട്ട് എന്നാൽ നല്ല
അടിപൊളിയായിട്ട് ഇതേപോലെ കിടക്കൂട്ടോ. നമുക്ക് കുറെ പേർക്ക് മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല, പകരം നല്ല വോള്യൂമിനസ് ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വീവിനെസ്, തുമ്പത്തായിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് വളഞ്ഞു കിടക്കുന്നതാണല്ലോ ഇഷ്ടം. ആ രീതിക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇത് അടിപൊളിയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സെക്ഷൻ മുടി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കാണിച്ചു തരാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ. ഒരു ചെറിയൊരു പ്രാക്ടീസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ടൂളിൽ തന്നെ ഇത് കണ്ടോ, എന്റെ മുടി ഉണക്കാനുള്ളതും ഉണ്ട്, അതേപോലെ തന്നെ ഡ്രൈ ആക്കാനുള്ളതും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലുണ്ടല്ലോ, ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു നനവ് കൊടുക്കണം നമ്മൾ ബ്ലോ ബ്രഷ് ചെയ്യാനും നമുക്ക് പറ്റും കേട്ടോ. ഫുള്ളി വെറ്റല്ല, എന്നാലും കുറച്ച് നനവ് ഉണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നത് നല്ലൊരു ടൂളാണ്, എസ്പെഷ്യലി ബിഗിനേഴ്സിനൊക്കെ അടിപൊളിയാണ്. ഞാൻ ഇതിനെക്കാളും മുന്നേ ഈ ബ്രാൻഡ് വന്നിട്ട് അലൻ ട്രോമിന്റെ ആണ് കേട്ടോ. അലൻ ട്രോമിന്റെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 3000-4000 അടുത്തുണ്ട്. പക്ഷെ ഇപ്പോ ഈ ഒരു പെർട്ടിക്കുലർ സംഗതി ഇല്ല, പകരം ഒരു പിങ്ക് കളറിൽ വരുന്നതാണ്. അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഇതൊരു 4000 രൂപയുടെ അടുത്തുണ്ട്. പകരം ഇത് നോക്കുകയാണെങ്കിൽ 2000 രൂപയുടെ താഴേക്ക് ബ്ലോ ഡ്രൈ ചെയ്യാനുള്ളതും ഉണ്ട്, അതേപോലെ തന്നെ ബ്ലോ ബ്രഷ് വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ളതും ഉണ്ട് കേട്ടോ. 2 തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് അടിപൊളിയാണ്. മേക്ക് മീ ബോൾഡിനെ ഞാൻ അവിടെ ടാഗ് ചെയ്യാം കേട്ടോ. നല്ലത്, എന്തായാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സ്ട്രെയിറ്റ്നറിന് പകരം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഉള്ളു തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റിംഗ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് മാത്രമല്ല നമുക്ക് സമയം അധികം വേണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. പക്ഷെ ഇതുകൊണ്ട് ആയില്ല കേട്ടോ. ഇതിന് ശേഷം നമുക്കൊരു ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ ഉണ്ടല്ലോ, അതിന് നമുക്ക് ഒന്നിലെ ബി ബ്ലൻഡിന്റെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പിറ്റൈറ്റിന്റെ ഉണ്ട്, ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ പല ബ്രാൻഡ്സിന്റെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം സെറ്റ് ചെയ്യാനുള്ള സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യണമെങ്കിലാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം മൂസ്. അത് ഞാൻ പല വീഡിയോയിൽ യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മൂസ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത പോലെയാണ് വരിക. ഇതൊന്ന് ഷേക്ക് ചെയ്യണം, കണ്ടോ. ഇത് നമുക്ക് നനവുള്ള മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുടി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിനും ആ ഒരു അടിപൊളി റിസൾട്ട് കിട്ടും. നമുക്ക് നല്ലൊരു മുടി നല്ല ഉള്ളിൽ നിൽക്കുന്ന പോലെ തോന്നിക്കാനായിട്ട് അടിപൊളിയാണ്. അതും ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ, ആദ്യം സിറം ഇടുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുടിയിൽ ജടയൊക്കെ കളയാം. അതിനുശേഷം ചെറിയൊരു നനവോടുക്കനെ തന്നെ മൂസ് അപ്ലൈ ചെയ്യാം. മൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി തന്നെ ഹീറ്റ് പ്രൊട്ടക്ടിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻ കേസ് അതൊരു റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ ലൈറ്റ് ആയിട്ടൊന്ന് യൂസ് ചെയ്തതിനു ശേഷം മൂസ് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ ബ്ലോ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഒന്ന് ഈരി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ, സെറ്റ് ആയിരിക്കും. ഇനി ഒന്നും കൂടി ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ, ആദ്യം ഇത് വെച്ചിട്ടൊന്ന് മുകളിലായിട്ട് നമ്മൾ സ്ട്രെയിറ്റ്നറും കൂടി യൂസ് ചെയ്യാം. ഇത്രയും യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഡാമേജ് അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ടൊന്നും ചെയ്യരുത്. വല്ലപ്പോഴൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അടിപൊളിയാണ്. എല്ലാവർക്കും പാർലറിൽ പോയിട്ട് ഹെയർ സ്റ്റൈലിസ്റ്റിന് വെച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു സിറ്റിങ്ങിന് തന്നെ അത്യാവശ്യം പൈസ ഉണ്ടാവും. അവരുടെ എക്സ്പെർട്ടൈസ് അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന പോലെയല്ല, അവർ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ഒന്നാമത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാം, ഒരു വഴക്കുണ്ടാവണമെന്നില്ല. ഞാൻ പിന്നെ കുറെ നാൾ ചെയ്തുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിലാണ് എനിക്ക് ആ ഒരു സാധനം കിട്ടുന്നത്. എന്റെ ജോലി ആയതുകൊണ്ടും കൂടിയാണല്ലോ ഞാൻ ഇത്ര അധികം പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ അവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു അഫോർഡബിൾ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കണമെങ്കിൽ ഒരു 2000 രൂപയുടെ ഈ ഒരു ടൂളും അതേപോലെ തന്നെ ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ഒരു 2000 രൂപ ആവും കേട്ടോ. അപ്പൊ എല്ലാം കൂടി മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാം. അതായത് മാസത്തിലൊക്കെ ഒരിക്കൽ ചെയ്യാണ്, അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് വെച്ച് നന്നായി ഒഴിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. അതിന്റെ ഡാമേജ് എന്റെ മുടിയിൽ കാണാനും ഉണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ നല്ലോണം ഷാംപൂ കണ്ടീഷണർ ഒക്കെ ചെയ്ത് നല്ലോണം മാസ്ക് ഒക്കെ ഇടും. മാസ്ക് ഇടും, നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യും, പിന്നെ മറ്റേ ഹെയർ ടോണർ യൂസ് ചെയ്യും. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉള്ള കാരണം എന്റെ തലയിൽ ഇപ്പൊ ഇത്രയും മുടി ബാക്കിയുണ്ട്. ഇനി അടുത്തത് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ള ടൂളാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് എഫക്റ്റ്, അങ്ങനെ ഒരു റിസൾട്ട് അങ്ങനെയാണ് നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സ്ട്രെയിറ്റ്നർ ബ്രഷ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യില്ലേ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഫിലിപ്സിന്റെ ഐക്കോണിക്കിന്റെ ഒക്കെ കാണിച്ചു തന്നിട്ടില്ലേ. അപ്പൊ അതല്ല, അത് നമുക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്യാൻ കുറെ പാടില്ല. ഇത് നോക്കുകയാണെങ്കിൽ ഒരു ബ്രഷിന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ 2 ഹീറ്റ് സെറ്റിംഗ് ആണുള്ളത്. ഒരു മോഡറേറ്റ് ആയിട്ടുള്ളതും കുറച്ചും കൂടി ഹൈ ഹീറ്റ് ആയിട്ടുള്ളതും. പെട്ടെന്ന് ചൂടാവട്ടത്, ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈരി കൊടുക്കാവുന്നതാണ്. ഇത് മറ്റേ സ്ട്രെയിറ്റ്നർ പോലെ ഒരു പതിഞ്ഞ ഒരു എഫക്റ്റ് അല്ല കേട്ടോ ഉണ്ടാവുക, കുറച്ചും കൂടി വോളിയം ഉള്ള പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളവർക്ക്, അധികം
അധികം സമയം എടുക്കാണ്ട് എനിക്ക് ഇപ്പം അധികം എഫേർട്ട് ഒന്നും എടുക്കാൻ വയ്യ, എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഈരി കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിരുന്നാലും എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്, ബ്ലൂ ബ്രഷ് തന്നെയാണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ലുക്ക് അടിപൊളിയായിട്ടുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എളുപ്പം ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റൈലൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ ഈരി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ബ്ലോ ഡ്രൈ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വളയ്ക്കാം, അങ്ങനെ വളയ്ക്കാം, ഇങ്ങനെ വളയ്ക്കാം, അങ്ങനെ പലതരത്തിലും അടിപൊളിയാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള വെറ്റ് ഹെയറിലാണെങ്കിൽ നമുക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് വെറ്റ് ഹെയറിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഈ മുടിയൊക്കെ എവിടെ നിന്നാ അപ്പൊ വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് കണ്ട് ഇത്രയേ ഉള്ളൂ ഈ മുടിയുടെ വലിപ്പം. ഇടയിൽ വെച്ച് പൊട്ടിപ്പോയതാണോ ഇപ്പൊ വളർന്നു വന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ്നർ ബ്രഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും അർബൻ യോഗിന്റെ ആണ്, മേക്ക് മീ ബോൾഡ്. ഇതും അടിപൊളിയാണ്. എനിക്ക് ഇവരുടെ ടൂൾസ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അത് മാത്രമല്ല കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇനി ഇവരുടെ ഒരു ടൂളും കൂടി ഉണ്ട് കേട്ടോ എന്റെ കയ്യിൽ, ഈ ഒരു ഹെയർ ടൂൾ. ഇതിപ്പോ ഒന്നല്ല, കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിന്റെ സംഗതികളെല്ലാം ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഇത് 14,000 രൂപയുണ്ട്. ഇപ്പൊ സെയിലിലാണ് 14,000 രൂപയുള്ളത്. അതല്ലെങ്കിൽ ശരിക്കും 18,000 രൂപയുടെ ടൂളാണ് കേട്ടോ അത്. ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാം, എന്നിട്ട് നോക്കൂ, ആവശ്യം ഉണ്ടെങ്കിൽ മതി. ഇത്രയൊന്നും നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, എസ്പെഷ്യലി നമ്മുടെ ഒരു പ്രൊഫഷൻ ആ രീതിക്കൊക്കെ ആണെങ്കിൽ. ഇപ്പൊ എയർ ഹോസ്റ്റസ് ആണ്, റിസപ്ഷനിസ്റ്റ് ആണ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ തരം ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രസന്റബിൾ ആവാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല നിങ്ങളൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിത് ഉപകാരപ്പെടുന്നത് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഗതിയിലാണ് എല്ലാം നമ്മൾ ഓടിക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാനുള്ള സാധനം ഉണ്ട്. അതായത് മുടി നമുക്ക് സാധാരണ രീതിയിൽ ഉണക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ബ്ലോ ബ്രഷ്, അതുണ്ട് കേട്ടോ. അതേ കണ്ടോ, അത് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഭയങ്കര സുഖമാണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കഴിഞ്ഞില്ല, ഇനി നമുക്ക് 2 എണ്ണം ഉണ്ട് മുടി കേൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇവിടെ കാണിക്കാം. മുടി തനിയെ കേളായി പോണ കണ്ടതോ, നല്ല അടിപൊളിയായിട്ടില്ലേ? അങ്ങനത്തെ 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മുടി കേൾ ചെയ്ത് കൊടുക്കാനായിട്ട്, ഇപ്പൊ ഡൈസൺ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഏകദേശം അതിന്റെ ഡ്യൂപ്പ് തന്നെയാണ്. ഡൈസനെ പോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ. പക്ഷെ ഡൈസൺ 40,000 രൂപയുടെ ആണ്. അതിന്റെ ഒരു ഇത് വേറെ തന്നെയായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഹീറ്റ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. പക്ഷെ ടൂളിന്റെ ആ ഒരു പ്രവർത്തനം ഒക്കെ ഏകദേശം സിമിലർ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഇത് വേറൊരു ബാരലാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുടി മറ്റേ ഫ്ലൈ അവേസ് ഒക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫ്ലാറ്റൻ ആക്കാം. ഇത് ഡിഫ്യൂസർ ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് കേളി ഹെയർ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കാണിക്കുമ്പോൾ അത് കേളി ആയിട്ട്. ഒരു ദിവസം എനിക്ക് ട്രൈ ചെയ്യണം കേട്ടോ എന്റെ മുടിയിൽ കേളി ഹെയർ. ഇതിപ്പോ ഇതൊന്നും എനിക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് സമാധാനമായിട്ടൊന്നും ഇരുന്ന് എനിക്ക് സെറ്റ് ചെയ്യണം. ഇങ്ങനെ ആക്കണം എനിക്ക്. ഇപ്പോഴല്ല, അത് ഞാൻ പിന്നെ ചെയ്യും. പക്ഷെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എനിക്ക് മുടി. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കേളി ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ടൂൾസ് ഉണ്ട്. അപ്പൊ നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. വർത്ത് ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയും ടൂൾസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എല്ലാ ഫംഗ്ഷൻസിനും എല്ലാ ഷൂട്ടിനും എല്ലാത്തിനും ഞാൻ തന്നെയാണ് എനിക്ക് മേക്കപ്പ് ചെയ്യാറുള്ളതും ഹെയർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇത്തരം ടൂൾസ് എല്ലാം ഉപകാരപ്പെടാറുണ്ട്. അത് മാത്രമല്ല റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാനിങ്ങനെ യൂസ് ചെയ്ത് പലപ്പോഴും യൂസ് ചെയ്ത് നോക്കാറുണ്ട്. ഈ ടൂൾ വെച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സെറ്റിംഗ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണേ വേണം. അത്യാവശ്യം നന്നായിട്ട് സ്പ്രേ ചെയ്യണം കേട്ടോ, എന്നാലേ അത് നിൽക്കുള്ളൂ. ഇനി ഒരെണ്ണം കൂടി എനിക്ക് കാണിക്കാനുള്ളത് 25,000 രൂപയുടെ ഡൈസന്റെ സ്ട്രെയിറ്റ്നർ ആണ്. ഇത് ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഡിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാനായിട്ട് അടിപൊളിയാണ്. അത് മാത്രമല്ല കുറച്ചും കൂടി കൺവീനിയന്റ് ആണ് ആ കാര്യത്തിൽ. കാരണം എവിടെയും കണക്ട് ചെയ്യണ്ടല്ലോ, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാവുന്നതാണ്. ഒരു സെക്ഷൻ എടുത്ത് സ്ട്രെയിറ്റൻ ചെയ്ത് കാണിച്ചാൽ ഇതിൽ ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ. 185, 165 ഉണ്ട്. നമുക്ക് തൽക്കാലം 165 അതിന്റെ ഇടയിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഡാമേജ് കുറവായിരിക്കും എന്നാണ് പറയണത്. കാരണം എഗെയിൻ ഇത് എയർ വെച്ചിട്ടാണ് നമ്മുടെ മുടീനെ സ്ട്രെയിറ്റൻ ആക്കി എടുക്കുന്നത്. ഹീറ്റ് തരുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ രീതിക്ക് കുറച്ച് ബെറ്റർ ആണ്. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ? റെഗുലർ ആയിട്ട് മുടി സ്ട്രെയിറ്റൻ ചെയ്ത് എടുക്കുന്ന ഒരാൾക്ക് ഇത് ഡെഫിനറ്റ്ലി നല്ലത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും ഹീറ്റ്
നമ്മൾ മുടിക്ക് കൊടുക്കുന്നില്ലല്ലോ. അതേസമയം നമ്മൾ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ഡൈസന്റെ ആവശ്യമില്ല കേട്ടോ. കാരണം അത്ര എക്സ്പെൻസീവ് അല്ലേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര റെഗുലർ ആയിട്ടൊന്നും ഡൈസൺ യൂസ് ചെയ്യാറില്ല. എനിക്ക് ബ്ലോ ഡ്രൈ എഫക്റ്റാ കുറച്ചുകൂടി ഇഷ്ടം സ്ട്രെയിറ്ററിനെ കാട്ടണം. പിന്നെ ഞാൻ എന്തിനത് മേടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂതി മറ്റേ എയർ റാപ്പ് മേടിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിന് 40,000 രൂപ. ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, മുടിക്കുള്ള ഡാമേജ് ഒരു പൊടിക്കും കൂടി കുറവാണ്. എന്നാലും ഡാമേജ് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് കുറവാന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതിൽ പൈസ ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിലിപ്സിന്റെ സ്ട്രെയിറ്റ്നർ. ഞാൻ പറഞ്ഞില്ലേ, ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ഇത് വെച്ചിട്ടൊന്ന് ഓടിച്ചു കൊടുക്കും. ഇതിപ്പോ അവൈലബിൾ അല്ല. ഇത് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ, കിട്ടാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇപ്പൊ അവൈലബിൾ അല്ല. അത് വരൂ. എന്താ ബേബി, ഞാൻ എന്ത് ചെയ്യാനേ കുട്ടി? ഇപ്പൊ എത്ര പഠിച്ചു കഴിഞ്ഞു? സ്റ്റാർട്ട് ചെയ്തോളൂ, തീർക്കണ്ടേ? അല്ല, ആരോടും ഒരു ഹായ് പറയോ? താല്പര്യമില്ല. ഇമ്മക്കുട്ടി മനസ്സും മടുത്തിരിക്കുകയാണ്. നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞപ്പോ തകർന്നു. ഇമ്മക്കുട്ടി വിചാരിച്ചു ആകെ ന്യൂ വേർഡ്സ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത്. ബൈ, ലവ് യു. ഈ ഫിലിപ്സിന്റെ സ്ട്രെയിറ്റ്നർ ഇപ്പൊ ഇല്ല, അപ്പൊ അതുകൊണ്ട് കഷ്ടേ. പക്ഷെ നമുക്ക് നല്ലൊരു സ്ട്രെയിറ്റ്നർ നോക്കി എടുക്കാവുന്നതാണ്. ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കേൾ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ പല വീഡിയോസിലും കാണിച്ചതാണ്. പക്ഷേ എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ അർബൻ യോഗന്റെ എന്നല്ല കേട്ടോ. ഇപ്പൊ ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തോളൂ. അതിപ്പോ അലൻഡ്രോമിന്റെ ആണെങ്കിലും നല്ലതാ. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാവുന്നതും അതേപോലെ തന്നെ ബ്ലോ ബ്രഷും കിട്ടുന്നുണ്ട്. രണ്ടും കൂടിയിട്ട് നമുക്ക് 2000 അറൗണ്ട് പ്രൈസിന് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു എഫക്ട് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് മേടിക്കാവുന്നത് തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണ് എനിക്ക് പൈസക്ക് വർത്ത് ആയിട്ട് ഫീൽ ചെയ്തത്, അടിപൊളിയായിട്ട് ഫീൽ ചെയ്തത്. ഡെഫിനറ്റ്ലി നമുക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ മസ്റ്റ് ആയിട്ട് വേണ്ടത് അഫോർഡബിൾ ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി ഓയിൽ യൂസ് ചെയ്യുക. അതിനുശേഷം ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ ഉണ്ടല്ലോ, എപ്പിറ്റൈറ്റിന്റെ, ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു മൂസ് യൂസ് ചെയ്യാം, ലോങ് ലാസ്റ്റിംഗ് ആക്കണമെങ്കിൽ. അല്ലെങ്കിൽ മൂസ് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ ബ്ലോ ബ്രഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്തതിനു ശേഷം ഹോൾഡ് സ്പ്രേ വെച്ചിട്ട് റെഡി ആക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി ഹോൾഡ് സ്പ്രേ ഉണ്ടല്ലോ, നല്ല മൈഗ്രെയിനും നല്ല സൈനസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഒഴിവാക്കാവുന്നതാണ്. കുറെ പേർക്ക് ഉണ്ട് മൈഗ്രെയിൻ ട്രിഗർ ആവുന്നവര്. ഈ ഹോൾഡ് സ്പ്രേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും നോക്കുക കേട്ടോ. ഞാൻ ഫ്രണ്ട്സിന് കണ്ടിട്ടുണ്ടാവും മൈഗ്രെയിൻ ഉള്ള കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയണത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് സ്പ്രേ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ പ്രൊട്ടക്ടിങ് സ്പ്രേ ഇട്ടതിന് ശേഷം ബ്ലോ ഡ്രൈ ചെയ്താലും അത്യാവശ്യം നിൽക്കൂട്ടോ. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുടി എത്ര സെറ്റ് ചെയ്താലും അധികം ലാസ്റ്റ് ചെയ്യണമെന്നില്ല. അതൊരു കാര്യമുണ്ട്. ചിലരുടെ മുടിയിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഇതൊക്കെ ചെയ്തിട്ട്, അതായത് നമ്മള് ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ, മൂസ്, പിന്നെ ബ്ലോ ഡ്രൈ, അതിനുശേഷം സ്ട്രെയിറ്റ്നർ, പിന്നെ ഹോൾഡ് സ്പ്രേയും കൂടെ യൂസ് ചെയ്യുമ്പോൾ ശരിയാണ് എനിക്ക് അത്യാവശ്യം നന്നായി ലാസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ മുടിയിൽ വെള്ളം തൊടുന്നത് വരെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഒരു മുടിയുടെ നേച്ചറിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലരുടെ മുടിയുടെ ടെക്സ്ചറും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നിന്നു വരില്ല. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യം കെയർ ചെയ്യുക, അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഹീറ്റ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തായാലും ഹാംഫുൾ തന്നെയാണ്. നമ്മുടെ മുടിയിൽ ഇത്രയും ഹീറ്റ് കൊടുക്കല, ക്യൂട്ടിക്കിൾസ് ഒക്കെ ഡാമേജ് ആവുകയാണ്, ബ്രേക്കേജ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ മുടിയുടെ ഇവിടെ ഉള്ളുണ്ടല്ലോ, എന്റെ മുടിയുടെ ഇവിടെ ഉള്ളില്ലാത്ത എന്നുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഹീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതായി പോവല്ലേ, പൊട്ടിപ്പോവല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് പൂതിക്ക് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ചെയ്യാവുന്നതാണ്. മാസത്തിൽ 2-3 തവണ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വലിയ ദോഷമൊന്നുമില്ല. നന്നായി നോക്കിയാൽ മതി. അതിനുശേഷം മുടി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതായിട്ട്. നിങ്ങൾക്ക് ഏത് ടൂളാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയൂ കേട്ടോ. ഇത് ബ്ലോ ഡ്രഷ് ആണോ, അതോ സ്ട്രെയിറ്റ്നർ എഫക്റ്റ് ആണോ ഇഷ്ടം, അതല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ ബ്രഷ് ആണോ ഇഷ്ടം, അതല്ലെങ്കിൽ ഇതിലത്തെ കേളർ ആണോ ഇഷ്ടം എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മുടി സെറ്റ് ചെയ്യാറുണ്ടോ, ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഏത് ടൂളാണ് ഏറ്റവും അധികം ഇഷ്ടം എന്നുള്ളത് എന്തായാലും പറയാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ടൂളാണ്. ഞാൻ എന്തായാലും എല്ലാ പ്രോഡക്ട്സും ഇവിടെ ടാഗ് ചെയ്യുന്നതാണ്, ചെക്ക് ചെയ്ത് നോക്കൂ. ഇൻ കേസ് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഞാനിവിടെ ഷോർട്സും ഇട്ടിട്ടുണ്ട്, അപ്പൊ അതും കണ്ടു നോക്കൂ. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് മുടി എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്. പലരും വെഡിങ് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ അതേപോലെ സെറ്റ് ചെയ്ത് പോയിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഫോട്ടോ ഒക്കെ അയച്ചു തരാറുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അത്
അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് കൺപീലി വളയ്ക്കുന്ന സാധനം, അതുപോലെ കൺപീലിനെ സെപ്പറേറ്റ് ആക്കുന്ന സാധനമൊക്കെ മേടിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എനിക്ക് ഒരു കാര്യം കൂടി പറയാണ്ട്, ഇത് ബി ബ്ലെൻഡിന്റെ സ്ട്രെയിറ്റ്നർ ബ്രഷ് ആണ് കേട്ടോ. ഇപ്പൊ ഇല്ല, പക്ഷെ നല്ല സ്ട്രെയിറ്റ്നർ ബ്രഷ് തന്നെ ആയിരുന്നു. അപ്പോൾ അവര് മാർക്കറ്റിൽ ഇറക്കുന്നില്ല, അവർ ഇതിന് പകരം വേറെയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ എന്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. ഇതാ കണ്ടോ, ഇതൊരെണ്ണം. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല. ഇതെനിക്ക് ബ്രാൻഡ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പൊ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇതെനിക്ക് ഗിവ് അവേ ആയിട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഒരു റൂൾസും കാര്യങ്ങളും ഒന്നുമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. ഈ കൊമന്റ്സിലുള്ളതിൽ ഞാൻ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ, അത്രേ ഉള്ളൂ. ഞാൻ റാൻഡംലി പിക്ക് ചെയ്യായിരിക്കും കേട്ടോ. നമ്മുടെ കമന്റ് പിക്കർ വഴി അങ്ങനെയൊക്കെ ആയിട്ട് റാൻഡംലി പിക്ക് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ എന്തായാലും കൊറിയർ അയച്ചു തരും. ഈ സ്ട്രെയിറ്റ്നർ ബ്രഷ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അപ്പൊ പറഞ്ഞാൽ മതിയല്ലോ. ഓൺ ആക്കി ഇതിൽ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 160, 180 ഞാനൊരു ആ ഒരു ടെമ്പറേച്ചറിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒന്ന് ചൂടാവട്ടെ, ജസ്റ്റ് ഇങ്ങനെ ഈരി കൊടുത്താൽ മതി കേട്ടോ. ഭയങ്കര ഈസിയാ സ്ട്രെയിറ്റ്നർ ബ്രഷ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 തവണ ഒന്ന് ഈരി കൊടുക്കണം കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ ടെമ്പറേച്ചർ വളരെ കുറവിലല്ലേ വെച്ചിട്ടുള്ളത്. ഒരു 200, 220 വെക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് 2 തവണ ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്കൊരു മുടി ഒന്നിങ്ങനെ സെറ്റ് ആയിട്ട് കിടക്കാന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര സ്ട്രെയിറ്റ് ആയ അങ്ങനെയല്ല, ഒതുങ്ങി കിടക്കും. ഇപ്പൊ ഞാൻ 2 തവണ ചെയ്തിട്ട് ഒട്ടും ഹീറ്റ് ഇല്ല കേട്ടോ. ഞാൻ മുടിയിൽ പിടിക്കുമ്പോൾ അങ്ങനെ ചൂടൊന്നും തോന്നുന്നില്ല. ആ രീതിക്കാണെങ്കിൽ ഈ ഒരു ലെവലിൽ അങ്ങ് സെറ്റായി കിടന്നോളൂ. ഈ ഒരു ടൂൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യും. നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഗിവ് അവേ വിന്നറിനെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പറയാം കേട്ടോ. ഇതില് സ്ട്രെയിറ്റ്നറിന്റെ ഞാൻ ലിങ്ക് എന്തായാലും ടാഗ് ചെയ്തിടാം, ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ ഈ പ്രോഡക്ട്സ് എല്ലാം ഇവിടെ ടാഗ് ചെയ്യാം. മെയിൻ ആയിട്ട് ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ, അതുപോലെ തന്നെ ഹോൾ സ്പ്രേ, ഇതൊക്കെ എന്തായാലും മേടിച്ചു വെക്കാം കേട്ടോ. സ്ട്രെയിറ്റ്നർ മേടിക്കുന്നുണ്ടെങ്കിൽ. അപ്പോ ഗിവ് അവേ വിന്നർ ആവണം എന്നാണെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യും. ലവ് യു ഓൾ സോ മച്ച്. ബൈ.